Hi students, നമ്മൾ ഇന്നലെ നോക്കിയത് പുതിയ മൊഡ്യൂളാണ് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ. എന്താണ് കംപ്രസർ എന്നും അതിൻ്റെ യൂസസ് എന്താണെന്നും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്, ഒരു സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ അല്ലെങ്കിൽ സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറിൻ്റെ വർക്കിംഗ് നോക്കിയിട്ടുണ്ടായിരുന്നു. 4 പ്രോസസ്സും നോക്കിയിട്ടുണ്ടായിരുന്നു: സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, പോയിന്റ് ഓഫ് ഡെലിവറി ആൻഡ് ഡെലിവറി എന്ന് പറഞ്ഞ സ്ട്രോക്ക് നമ്മൾ വർക്കിംഗ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ക്ലിയർ? പിന്നെ ഇപ്പോൾ നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് ടെർമിനോളജിയാണ് നോക്കാൻ പോകുന്നത്. അതും അതിൻ്റെ ഡെറിവേഷനും നോക്കാനുള്ള പ്ലാൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഡെഫിനിഷൻ ഓഫ് ദ ഫോളോയിങ് ടേംസ് ആർ നെസസറി ഇൻ ദ സ്റ്റഡി ഓഫ് ദ ഓപ്പറേഷൻ ആൻഡ് തിയറി ഓഫ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. ഒന്നാമത്തെയാണ് സിംഗിൾ ആക്ടിംഗ് കംപ്രസർ. അതെന്താണ് നമ്മൾ പറഞ്ഞാണ്. ഡബിൾ ആക്ടിംഗ് കംപ്രസർ ഡിസ്കസ് ചെയ്താണ്. സിംഗിൾ സ്റ്റേജ് കംപ്രസർ നമ്മൾ ഡിസ്കസ് ചെയ്തു. മൾട്ടി സ്റ്റേജ് കംപ്രസർ പറഞ്ഞാണ്. ഇതിൽ 5ാമത്തെ പോയിന്റ് നോക്കുക, പ്രഷർ റേഷ്യോ. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ തെർമൽ എഞ്ചിനീയറിംഗിൽ പഠിച്ചിട്ടുണ്ടാവുന്നതാണ്. അതേ തന്നെയാണ്. പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ആബ്സല്യൂട്ട് ഡെലിവറി പ്രഷർ ഓഫ് എയർ ടു ആബ്സല്യൂട്ട് സക്ഷൻ പ്രഷർ. അതായത് കംപ്രസറിൽ എന്താ സംഭവിക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് എയർ അല്ലെങ്കിൽ ലോ പ്രഷറിലുള്ള ഒരു എയർ കംപ്രസറിന്റെ അകത്തോക്കി വരുന്നു, ഇൻലെറ്റിലൂടെ വരുന്നു. അതിനെ കംപ്രസ് ചെയ്ത് ഹൈ പ്രഷർ എയർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഡെലിവറി ചെയ്യാണ്. അപ്പോൾ ഈ പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ആ ഡെലിവറി ചെയ്യാന്ന് പറയുമ്പോൾ ഔട്ട്ലെറ്റ് ആണ്, അല്ല ഔട്ട്ലെറ്റിലൂടെ കൊടുക്കുകയാണ്. അതിന് പറയുന്ന പേരാണ് ഹൈ പ്രഷറൈസ് ചെയ്ത് കൊടുക്കുന്ന ഔട്ട്ലെറ്റിലൂടെ കൊടുക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ ഡെലിവറി പ്രഷർ എന്ന് പറയുക. അപ്പോൾ ഈ പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡെലിവറി പ്രഷറിന്റെയും സക്ഷൻ പ്രഷറിന്റെയും, അതായത് ഇൻലെറ്റിൽ നമ്മൾ ലോ പ്രഷർ കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, അതിനെ പറയും, അതിനെയാണ് നമ്മൾ പറയുന്നത് സക്ഷൻ പ്രഷർ എന്ന് പറയുക. ഔട്ട്ലെറ്റിലൂടെ ഹൈ പ്രഷറിനെ റിലീസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഡെലിവറി ഉണ്ട്, അതിനെ പറയും ഡെലിവറി പ്രഷർ എന്ന് പറയും. അപ്പോൾ ഈ ഔട്ട്ലെറ്റിലൂടെ പോണ പ്രഷറിനെയും ഹൈ പ്രഷറിന്റെയും ഇൻലെറ്റിൽ വരുന്ന ലോ പ്രഷറിന്റെയും റേഷ്യോനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രഷർ റേഷ്യോ എന്ന് പറയുന്നത്. സോ മാത്തമാറ്റിക്കലി എഴുതാം, ആബ്സല്യൂട്ട് ഡെലിവറി പ്രഷർ ഓഫ് എയർ ബൈ ആബ്സല്യൂട്ട് സക്ഷൻ പ്രഷർ ഓഫ് എയർ. അതാണ് എന്ത്? പ്രഷർ റേഷ്യോ. ഇപ്പൊ സിംഗിൾ സ്റ്റേജ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പറയാം പ്രഷർ റേഷ്യോ എന്ന് പറയുമ്പോൾ P2/P1 എന്നാണ് വരിക, അല്ലെ? ഈ ചിത്രം നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രഷർ, അല്ലെ? സക്ഷൻ സ്ട്രോക്കിൽ ഉണ്ടാവുന്ന പ്രഷർ ഇതാണ്. 4 ഉണ്ട്, 1 ഉണ്ട്. P1 അല്ലെങ്കിൽ P1 = P4 ആണ്. ഡെലിവറി ചെയ്യുന്നത് എത്രയാണ്? 2ഉം 3 പറയാം. P2 = P3 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ 2 ഇക്വേഷൻ പറയാം ആസ് പെർ ദിസ് ഡയഗ്രാം. പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ P3/P4 ആണ്, അല്ലെങ്കിൽ P3/P1 പറയാം, അല്ലെങ്കിൽ P2/P1 പറയാം. ക്ലിയർ? സോ അടുത്താണ് ഫ്രീ എയർ ഡെലിവറി എന്ന് പറയുന്നത്. ഫ്രീ എയർ ഡെലിവറി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വോളിയം ഓഫ് കംപ്രസ്ഡ് എയർ ഡെലിവേർഡ് കറസ്പോണ്ടിങ് ടു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഈസ് നോൺ ആസ് ഫ്രീ എയർ ഡെലിവറി എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എയറിനെ കംപ്രസ് ചെയ്തിട്ട് അതിനെ ഡെലിവറി ചെയ്യുന്നുണ്ട്. കംപ്രസ്ഡ് എയറിനെ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്, അല്ലേ? എങ്ങോട്ടേക്കാണ് ഡെലിവറി ചെയ്യുന്നത്? നമ്മൾ സ്റ്റോറേജ് ടാങ്കിലേക്കാണ് ഡെലിവറി ചെയ്യുന്നത്. ആ ഡെലിവറി ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സെർട്ടൻ വോളിയം ഓഫ് എയറിനെ നമ്മൾ കംപ്രസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോറേജ് ടാങ്കിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആക്ച്വൽ ആയിട്ട് എത്ര വോളിയം ഓഫ് കംപ്രസ്ഡ് എയർ ആണ് ഡെലിവർ ചെയ്തത് കറസ്പോണ്ടിങ് ടു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്? നമ്മൾ അവിടെയുള്ള പുറത്തുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ആക്ച്വൽ വോളിയം ഓഫ് കംപ്രസ്ഡ് എയർ ഡെലിവറി ചെയ്തതിന്റെ ക്വാണ്ടിറ്റി ഇനിയാണ് എന്തെന്ന് പറയുന്നത്? ചെയ്ത എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീ എയർ ഡെലിവറി, അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ട് ഫാഡ് എന്ന് പറയും. അതിനെ യൂണിറ്റ് ആണ് മീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. ആ യൂണിറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര ആക്ച്വൽ വോളിയം ഓഫ് കംപ്രസ്ഡ് എയർ ആണ് പെർ മിനിറ്റിൽ നമ്മൾ ഡെലിവർ ചെയ്തത്. അതാണ് എന്ത്? ഫാഡ് അല്ലെങ്കിൽ ഫ്രീ എയർ ഡെലിവറി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആണ് കംപ്രസർ ഡിസ്പ്ലേസ്മെന്റ് വോളിയം. കംപ്രസർ ഡിസ്പ്ലേസ്മെന്റ് വോളിയം എന്ന് പറയുമ്പോൾ എന്താണ്? വോളിയം V എന്ന് കൊടുത്തിട്ടുണ്ട്, π/4 d² L എന്ന് പറയുന്നുണ്ട്. അതിൽ D എന്ന് പറഞ്ഞാൽ ബോർ ഓഫ് ദ സിലിണ്ടർ അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ എന്ന് പറയും. L സ്ട്രോക്ക് ലെങ്ത് ഓഫ് ദ പിസ്റ്റൺ. അതുകൊണ്ട് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ അത് എന്താണ് കംപ്രസർ ഡിസ്പ്ലേസ്മെന്റ് വോളിയം എന്ന് പറഞ്ഞാൽ? അവിടെ നമുക്ക് ഈ ചിത്രം നോക്കാം. ഈ സിലിണ്ടർ നോക്കുക.
കംപ്രസർ ഡിസ്പ്ലേസ്മെന്റ് വോളിയം എന്ന് പറയുമ്പോൾ എത്രയാണ് ഇതിനകത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ പിസ്റ്റന്റെ മൂവ്മെന്റ് ഏതുവരെ ഉണ്ടാവുക അല്ലെ? ഇവിടെ TDC ആണ്, ഇവിടെ BDC ആണ് അല്ലെ? ഇത് വിത്തൗട്ട് ക്ലിയറൻസ് ആണ്. അപ്പോൾ പിസ്റ്റൺ മാക്സിമം ഫ്രം ഹിയർ ടു ഹിയർ വരെ ഇവിടെയാണ് മൂവ്മെന്റ് ചെയ്ത് കളിക്കുക അല്ലെ? അപ്പൊ ഇതിനെയാണ്, ഈ ലെങ്തിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത്, L എന്ന് പറയും അല്ലെ? അപ്പോ ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാലല്ലേ നമുക്ക് ഇതിന്റെ വോളിയം കിട്ടുക. കംപ്രസറിന്റെ ഡിസ്പ്ലേസ്മെന്റ് വോളിയം എന്ന് പറയുന്നത് അല്ലെ? പിസ്റ്റൺ ഡിസ്പ്ലേസ് ചെയ്യുന്നത് BDC നിന്ന് TDC, TDC നിന്ന് BDC. സോ വി ക്യാൻ റൈറ്റ് കംപ്രസർ ഡിസ്പ്ലേസ്മെന്റ് വോളിയം എന്ന് പറഞ്ഞാൽ π/4 d²L. D എന്ന് പറഞ്ഞാൽ ബോർ ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ ആണ്. L എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് ലെങ്ത് ഓഫ് പിസ്റ്റൺ. സിമിലർലി എട്ടാമത്തെയാണ് വോളിയം ഫ്ലോ റേറ്റ് ഓഫ് എയർ. വോളിയം ഫ്ലോ റേറ്റ് ഓഫ് എയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഡിസ്ചാർജ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വോളിയം ഫ്ലോ റേറ്റ് ഓഫ് എയർ ഇൻ ടു ദ കംപ്രസർ സിലിണ്ടർ ഈസ് എക്സ്പ്രസ്ഡ് ആസ് എങ്ങനെയാണ്? Q ആണ്. ഞാൻ പറഞ്ഞു ഡിസ്ചാർജ് ആണ്. വോളിയം ഓഫ് എയർ സക്ഡ് പെർ സൈക്കിൾ ഇൻറ്റു നമ്പർ ഓഫ് സക്ഷൻ സ്ട്രോക്സ് പെർ സൈക്കിൾ ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ സെക്കൻഡ്. എന്താണ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഫ്ലോ റേറ്റ്? വോളിയം ഫ്ലോ റേറ്റ് ഓഫ് എയർ എന്ന് പറയുമ്പോൾ എത്ര വോളിയം ഓഫ് എയർ ആണോ ഒരു സൈക്കിളിൽ സക്ക് ചെയ്യണത്. ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ സക്ഷൻ സ്ട്രോക്ക് ഉണ്ട് അല്ലെ? ഒരു സൈക്കിളിൽ എന്താണ്? 1 കംപ്ലീറ്റ് റെവല്യൂഷൻ ആണ്. ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ സക്ഷൻ സ്ട്രോക്ക് ആൻഡ് ഡെലിവറി സ്ട്രോക്ക്. അതിൽ എത്ര വോളിയം ഓഫ് എയർ ആണ് സക്ഡ് പെർ സൈക്കിൾ, അതിൽ നമ്പർ ഓഫ് സക്ഷൻ സ്ട്രോക്സ് പെർ സൈക്കിൾ, ഒരു സ്ട്രോക്കിൽ എത്ര സക്ഷൻ സ്ട്രോക്സ് ഉണ്ട് ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ സെക്കൻഡ്, എത്ര റെവല്യൂഷൻ ആണ് പെർ സെക്കൻഡിൽ ഉണ്ടായത്, അതായത് സ്പീഡ്. കാര്യം മനസ്സിലാവുണ്ടോ? അതാണ് വോളിയം ഫ്ലോ റേറ്റ് എന്നാണ്. അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ നോക്കുക. Q എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് എയർ സക്ഡ് പെർ സൈക്കിൾ. വോളിയം എന്താണ്? π/4 d²L ആണ് അല്ലെ? എത്ര വോളിയമാണ് നമുക്ക് ഒരു സൈക്കിളിൽ സക്ക് ചെയ്യാൻ പറ്റുക, അതായത് എടുക്കാൻ പറ്റുക, ഇൻടേക്ക് എടുക്കാൻ പറ്റുക. സിലിണ്ടറിന് എത്ര വോളിയം ഉണ്ടോ, കംപ്രസറിന്റെ ഡിസ്പ്ലേസ്മെന്റ് വോളിയം എത്രയാണോ അത്രയല്ലേ മാക്സിമം വോളിയം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലേ ഇൻടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ എന്താണ്? π/4 d²L ആണ്. ഇൻറ്റു നമ്പർ ഓഫ് സക്ഷൻ സ്ട്രോക്സ് പെർ സൈക്കിൾ. ഒരു സ്ട്രോക്കില് ഒരു സൈക്കിളിൽ എത്ര സക്ഷൻ സ്ട്രോക്സ് ഉണ്ടാവുന്നതാണ്. ഇപ്പൊ ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് സിംഗിൾ ആക്ടിങ് കംപ്രസർ ആണ്. സിംഗിൾ ആക്ടിങ് കംപ്രസർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ? ഒരു സൈക്കിളിൽ എത്ര സക്ഷൻ സ്ട്രോക്ക് ഉണ്ടാവും? ഒരു സക്ഷൻ സ്ട്രോക്ക് ഉണ്ടാവുള്ളൂ. കാരണം സിംഗിൾ ആക്ടിങ് ആണ്, ഒരു സൈഡ് മാത്രമേ ആക്ടിങ് ഉള്ളൂ. അപ്പൊ എന്താണ്? 1 കേട്ടോ. 1 കൂടി ഇട്ടില്ല, 1 ആയതുകൊണ്ട് അവർ ഇട്ടിട്ടില്ല. ദെൻ ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിലുള്ള ക്രാങ്കിന്റെ റെവല്യൂഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, നമ്പർ ഓഫ് റെവല്യൂഷൻ. അപ്പൊ നമ്പർ ഓഫ് റെവല്യൂഷൻ എന്താ? സ്പീഡ് N അല്ലേ? N പെർ സെക്കൻഡ് ആണ്. നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ് നമ്മൾ എഴുതുക. N എന്ന് പറഞ്ഞാൽ പെർ സെക്കൻഡ് ആകുമ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 60 ചെയ്യണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. π/4 d²L. അതാണ് വോളിയം ഓഫ് എയർ സക്ഡ് പെർ സൈക്കിൾ ഇൻറ്റു നമ്പർ ഓഫ് സക്ഷൻ സ്ട്രോക്സ് പെർ സൈക്കിള്. ഒരു സൈക്കിളിലുള്ള സക്ഷൻ സ്ട്രോക്ക് 1 ആണ് എവിടെ? ഫോർ സിംഗിൾ ആക്ടിങ് കംപ്രസറിൽ. ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ സെക്കൻഡ് N/60. അതേപോലെ ഇതിപ്പോൾ ഡബിൾ ആക്ടിങ്ങിലാകുമ്പോൾ എന്തേ മാറ്റം വരുള്ളൂ? വോളിയം ഓഫ് എയർ സക്ഡ് പെർ സൈക്കിൾ. സിലിണ്ടറിൽ വോളിയം ഓഫ് എയറിന്റെ മാറ്റം വരണ്ട? ഇല്ല. കാരണം കംപ്രസർ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണോ അത്ര തന്നെയാണ് വോളിയം ഓഫ് എയർ സക്ക് ചെയ്യാൻ പറ്റുക. അതായത് π/4 d²L ഇൻറ്റു നമ്പർ ഓഫ് സക്ഷൻ സ്ട്രോക്ക് പെർ സൈക്കിൾ. ഇവിടെ ഡബിൾ ആക്ടിങ് ആണ് അല്ലേ? അപ്പോൾ ഒരു സൈക്കിളിൽ തന്നെ എന്താണ്? 2 സക്ഷൻ സ്ട്രോക്ക് കിട്ടും. കാരണം പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെന്ററിലേക്ക് പോകുമ്പോൾ പിസ്റ്റന്റെ ഒരു സൈഡ് സക്ഷൻ നടക്കണ്ടാവും, വേറെ സൈഡ് ഡെലിവറി നടക്കണ്ടാവും അല്ലെ? അപ്പൊ എന്താണ്? ക്രാങ്ക് ഹാഫ് റൊട്ടേഷൻ ഉള്ളൂ. 0 to 180 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ 180 ഡിഗ്രി 360 ഡിഗ്രിയിൽ പോകുമ്പോൾ ഡെലിവറി സ്ട്രോക്ക് ഒരു സൈഡ് നടക്കണ്ടാവും, പിസ്റ്റന്റെ ഒരു സൈഡ്. അതേ മറിച്ച് നേരെ വേറെ സൈഡ് എന്താണ്? സക്ഷൻ നടക്കണ്ടാവും. അതാണ് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ 2 സക്ഷൻ സ്ട്രോക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 2 ഇട്ടിരിക്കുന്നത്. ദെൻ നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ സെക്കൻഡ് N/60 ആണ്. ക്ലിയർ? ദെൻ അടുത്തത് കപ്പാസിറ്റി ഓഫ് കംപ്രസർ ആണ്. കപ്പാസിറ്റി ഓഫ് കംപ്രസർ എന്ന് പറയുമ്പോൾ എന്താണ്? ദ കപ്പാസിറ്റി ഓഫ് കംപ്രസർ ഈസ് ദ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് എയർ ഡെലിവേർഡ് പെർ യൂണിറ്റ് ടൈം അറ്റ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്. അതായത് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ, കംപ്രസറിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് എയർ ഡെലിവേർഡ് പെർ യൂണിറ്റ് ടൈം അറ്റ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. ഒരു കംപ്രസറിന് ആക്ച്വൽ ആയിട്ട് എത്ര വോളിയം അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് എയർ ആണ് ഡെലിവറി ചെയ്യാൻ പറ്റുക പെർ യൂണിറ്റ് ടൈമിൽ, ഓക്കെ, അറ്റ് സെർട്ടൻ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്. അതിനെയാണ് എന്ത്? ഒരു കംപ്രസറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്.
അതായത് ദ ആക്ച്വൽ ഫ്രീ എയർ ഡെലിവറി ബൈ ദ സിലിണ്ടർ പെർ സൈക്കിൾ പെർ യൂണിറ്റ് ടൈം ഈസ് നോൺ ആസ് ദ ആക്ച്വൽ കപ്പാസിറ്റി ഓഫ് ദ കംപ്രസർ. അതായത് ഫ്രീ എയർ ഡെലിവറി എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, ആക്ച്വൽ വോളിയൂം ഓഫ് എയർ ഡെലിവേർഡ് അറ്റ് സെർട്ടൻ കണ്ടീഷൻ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് എന്നൊന്ന് പഠിച്ചല്ലോ അല്ലെ, പെർ മിനിറ്റ് മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫ്രീ എയർ ഡെലിവറി ആക്ച്വൽ ഫ്രീ എയർ ഡെലിവറിന് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ബൈ ദ സിലിണ്ടർ, ആക്ച്വൽ ഫ്രീ എയർ ഡെലിവറി ബൈ ദ സിലിണ്ടർ പെർ സൈക്കിൾ, ഒരു സൈക്കിളിൽ പെർ യൂണിറ്റ് ടൈമിൽ ഡെലിവർ ചെയ്യണ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, കപ്പാസിറ്റി ഓഫ് കംപ്രസർ എന്ന് പറയുന്നത് ആക്ച്വൽ ട്ടാ. ഓക്കെ, ഇനി അടുത്താണ് പിസ്റ്റൺ സ്പീഡ്. പിസ്റ്റൺ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? പിസ്റ്റൺ സ്പീഡ് ഈസ് ദ ലീനിയർ സ്പീഡ് ഓഫ് ദ പിസ്റ്റൺ ഇൻ മീറ്റർ പെർ മിനിറ്റ് അല്ലെ. എത്ര മീറ്റർ സഞ്ചരിക്കണു ഒരു മിനിറ്റിൽ, എത്ര മീറ്റർ ആണ് പിസ്റ്റൺ മൂവ് ചെയ്യണത്, ലീനിയർ സ്പീഡ് ഉള്ളത്. ഓക്കെ, അപ്പൊ പിസ്റ്റൺ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പിസ്റ്റൺ ഇൻ 1 revolution ഓഫ് ദ ക്രാങ്ക് ഷാഫ്റ്റ് ഇൻടു നമ്പർ ഓഫ് റെവല്യൂഷൻ ഇൻ 1 minute. ഓക്കെ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പിസ്റ്റൺ ഇൻ 1 revolution ഓഫ് ദ ക്രാങ്ക് ഷാഫ്റ്റ്. ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റില് പിസ്റ്റൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഇൻടു നമ്പർ ഓഫ് റെവല്യൂഷൻ ഇൻ 1 minute. ഒരു മിനിറ്റിൽ എത്ര റെവല്യൂഷൻ ഉണ്ടായി, അതായത് RPM ആണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ പിസ്റ്റൺ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ പിസ്റ്റൺ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്, 2 സ്ട്രോക്ക് ലെങ്ത് എന്ന് പറഞ്ഞൂടെ അല്ലെ. കാരണം ക്രാങ്കിന്റെ ഹാഫ് റൊട്ടേഷനിൽ പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് എത്തി, സ്ട്രോക്ക് ലെങ്ത് ഒരു സ്ട്രോക്ക് ലെങ്ത് ആയി അല്ലെ, L ആയി. ദെൻ അതർ ഹാഫ് റൊട്ടേഷനിൽ എന്താണ്, BDCയിൽ നിന്ന് TDCയിലേക്ക് വന്നു, എഗെയിൻ L അല്ലേ, അപ്പൊ 2L എന്ന് പറയാം. 2L ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻ ഇൻ 1 minute ആണ്, ദാറ്റ് ഈസ് നത്തിങ്, നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്, ദാറ്റ് ഈസ് N, സിംപ്ലി N. ക്ലിയർ? ഇത്രയുമാണ് എന്ത്, ടെർമിനോളജി. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജി ആണ്. ഇത് നമ്മളൊന്ന് എഴുതിയെടുക്കുക. ഇതിൽ ഈ എഴുതിയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ, പിസ്റ്റൺ സ്പീഡ്, വോളിയം ഫ്ലോ റേറ്റ്, ദെൻ കംപ്രസർ ഡിസ്പ്ലേസ്മെന്റ് വോളിയം, പ്രഷർ റേഷ്യോ, ഈ ഇക്വേഷനൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരും. സോ ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. അടുത്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ് സിംഗിൾ സ്റ്റേജ് കംപ്രസർ. റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ തന്നെയാണ്. അതിൽ സിംഗിൾ സ്റ്റേജ് കംപ്രസറിന്റെ ഇക്വേഷൻ ഫോർ വർക്ക് ഇൻപുട്ട്, അതായത് വർക്ക് ഡണ്ടെ നെഗ്ലക്റ്റിംഗ് ക്ലിയറൻസ് വോളിയം നെഗ്ലക്റ്റ് ചെയ്തിട്ടുള്ള ഡെറിവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു തിയറിറ്റിക്കൽ PV ഡയഗ്രാം വരച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഡീൽ ചെയ്ത അല്ലെങ്കിൽ വരച്ച PV ഡയഗ്രാം തന്നെയാണ്. കാരണം അത് ഇന്നലെ പറയുമ്പോൾ തന്നെ അത് ക്ലിയറൻസ് വോളിയം നെഗ്ലക്റ്റ് ചെയ്തിട്ടുള്ള PV ഡയഗ്രാം ആയിരുന്നു. സോ ദ PV ഡയഗ്രാം 4 to 1 സെക്ഷൻ ആണ്, 1 to 2 കംപ്രഷൻ ആണ്. 2 at point 2 സ്റ്റാർട്ട്സ് ഡെലിവറിങ്, 2 to 3 ഡെലിവറി ചെയ്ത് തുടങ്ങുന്നു, 3 to 4 സിലിണ്ടർ കാലിയായിരിക്കും, വോളിയം 0 വരുന്നു അല്ലേ. അപ്പൊ പോളിട്രോപ്പിക് കംപ്രഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ PV പവർ N ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കുക, 4 to 1 സക്ഷൻ സ്ട്രോക്ക് നടക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? 1 to 2 പോളിട്രോപ്പിക് കംപ്രഷൻ ആണ്, 2 to 3 ഡെലിവറി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വർക്ക് ഡൺ ഡ്യൂറിങ് ഡെലിവറി, ദെൻ വർക്ക് ഡൺ ഡ്യൂറിങ് സക്ഷൻ, വർക്ക് ഡൺ ഡ്യൂറിങ് കംപ്രഷൻ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പൊ നമ്മളിവിടെ കാണിച്ചുള്ള പിക്ചറിൽ 4 1 BA O 4 എന്ന് പറയാം. അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇതാണ് എന്ത്, വർക്ക് ഡൺ ഡ്യൂറിങ് സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയാം. ഡ്യൂറിങ് സക്ഷന്റെ സമയത്ത് ഇവിടെ നടന്നിട്ടുള്ള വർക്ക് ഡൺ ആണ് എന്ത്, ഈ ഒരു ഏരിയ കാണുന്നത്, ഇവിടെ നിന്ന് കാണുന്ന ഏരിയ. ക്ലിയർ? അതേപോലെ വർക്ക് ഡൺ ഡ്യൂറിങ് കംപ്രഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയാം, 1 2 ഹിയർ, ദിസ് മച്ച്. മനസ്സിലായ? അതാണ് എന്ത്, വർക്ക് ഡൺ ഡ്യൂറിങ് കംപ്രഷൻ എന്ന് പറയാം. ഇനി വർക്ക് ഡൺ ഡ്യൂറിങ് ഡെലിവറി എന്ന് പറയുമ്പോൾ ഈ ഏരിയ. മനസ്സിലായില്ലേ? അത് 2 3 4 എന്നൊക്കെ പറഞ്ഞിട്ട്. ക്ലിയർ? ഇപ്പൊ ഇവിടെ V1 എന്ന് കൊടുത്തിട്ടുണ്ട്, V2 എന്ന് കൊടുത്തിട്ടുണ്ട്, വോളിയം അറ്റ് 1, വോളിയം അറ്റ് 2, പ്രഷർ അറ്റ് 1, പ്രഷർ അറ്റ് 2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇതെന്താ എഴുതിയിരിക്കുന്നത് മനസ്സിലായി? ചിത്രം മനസ്സിലായില്ലേ? ചിത്രം നോട്ട് ചെയ്തെടുക്കണം, ചിത്രം ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം, ഡെറിവേഷനിലേക്ക് കിടക്കുകയാണ്. അപ്പൊ അതിന് മുൻപ് ഇതിന് പ്രോസസ്സ് ഇന്നലെ പറഞ്ഞ കാര്യം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. പ്രോസസ് 4 to 1 സക്ഷൻ സ്ട്രോക്ക് ആണ്. സക്ഷൻ സ്ട്രോക്കിൽ എന്താ സംഭവിക്കുക, ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവണു,
ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവണു. എയർ എൻറ്റേഴ്സ് ദ സിലിണ്ടർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ P1. സിലിണ്ടറിനകത്ത് എയർ എൻറ്റർ ചെയ്യാണ് P1 എന്ന് പറഞ്ഞ പ്രഷറിൽ. ഇപ്പോൾ വോളിയം ഓഫ് എയർ ഇൻ ദ സിലിണ്ടർ ബിക്കംസ് V1 ആവും. സിലിണ്ടറിൽ വോളിയം എന്താണ്? V1 ആവും. 1 to 2 എന്താണ്? കംപ്രഷൻ, പോളിട്രോപിക് കംപ്രഷൻ ആണ് എയർ. ഇൻലെറ്റ് വാൾവ് അപ്പോൾ ക്ലോസ്ഡ് ആവും. കംപ്രഷന്റെ സമയത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യണു. P1 നിന്ന് P2 പ്രഷർ ഇൻക്രീസ് ചെയ്യണു. വോളിയം ഓഫ് എയർ ഇൻ ദ സിലിണ്ടർ ഡിക്രീസസ്, കാരണം കംപ്രസ് ചെയ്യുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യണു. V1 നിന്ന് V2 ഡിക്രീസ് ചെയ്യണു. ഡെലിവറി വാൾവ് ഈസ് ഓൾസോ ക്ലോസ്ഡ്. കംപ്രഷൻ സ്ട്രോക്കിന്റെ സമയത്ത് ഡെലിവറി വാൾവ് ക്ലോസ്ഡ് ആയിരിക്കും ഡ്യൂ ടു പ്രഷർ ഓഫ് കംപ്രസ്ഡ് എയർ ഇൻ ദ സ്റ്റോറേജ് ടാങ്ക്. സ്റ്റോറേജ് ടാങ്കിലുള്ള പ്രഷർ കൊണ്ട്, കംപ്രസ്ഡ് എയറിന്റെ പ്രഷർ കൊണ്ട് ഡെലിവറി വാൾവ് ക്ലോസ്ഡ് ആയിരിക്കും അറ്റ് പോയിന്റ് 2. അങ്ങനെ കംപ്രസ് ചെയ്ത് കംപ്രഷൻ സ്ട്രോക്കിൽ കംപ്രസ് ചെയ്ത് പോയിന്റ് 2 എത്താണ്. 1 നിന്ന് 2 എത്താണ്. 2 എത്തുമ്പോൾ എന്താണ്? ഡെലിവറി വാൾവ് ഓപ്പൺ ആവണ്. ഡ്യൂ ടു അറ്റ് പോയിന്റ് 2 ഡെലിവറി വാൾവ് ഓപ്പൺ ഡ്യൂ ടു പ്രഷർ കംപ്രസ്ഡ് എയർ ഇൻ ദ സിലിണ്ടർ. സിലിണ്ടറിനകത്ത് കംപ്രസ് ചെയ്ത എയറിന്റെ പ്രഷർ കൊണ്ട് ഡെലിവറി വാൾവ് ഓപ്പൺ ആവുകയാണ്. ദെൻ 2 to 3 എന്താണ്? ഡെലിവറി നടക്കുകയാണ് അല്ലെ. 2 to 3 ഡെലിവറി ഓഫ് കംപ്രസ്ഡ് എയർ ടു ദ സ്റ്റോറേജ് ടാങ്ക്. സ്റ്റോറേജ് ടാങ്കിലേക്ക് ഡെലിവറി ചെയ്യാണ് കംപ്രസ്ഡ് എയർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ P2 എന്ന് പറഞ്ഞ പ്രഷറിൽ. കാരണം P2 P3 ഈക്വൽ ആണ്. അപ്പൊ P2 എന്ന് പറഞ്ഞ പ്രഷറിൽ സ്റ്റോറേജ് ടാങ്കിലേക്ക് കംപ്രസ്ഡ് എയർ ഡെലിവറി ആണ്. വോളിയം ഓഫ് എയർ ഇൻ ദ സിലിണ്ടർ ഡിക്രീസസ് ഫ്രം V2 to 0. കാരണം 2 to 3 എത്തിക്കഴിഞ്ഞാൽ എന്താണ്? ഫുൾ പ്രഷർ റിലീസ് ചെയ്തു. കംപ്രസ്ഡ് ചെയ്ത പ്രഷർ എന്താണ്? കംപ്രസ്ഡ് എയറിനെ റിലീസ് ചെയ്തു. റിലീസ് ചെയ്യുമ്പോൾ എന്താണ്? സിലിണ്ടർ എം ടി ആയി. അപ്പൊ എന്താണ്? സിലിണ്ടറിലുള്ള വോളിയം എന്തായി? 0 ആയി. V2 നിന്ന് 0 ആയി. ഇൻ കേസ് ഓഫ് വിത്തൗട്ട് കൺസിഡറിങ് ക്ലിയറൻസ് വോളിയം. ക്ലിയറൻസ് വോളിയം കൺസിഡർ ചെയ്യാത്ത അവിടെ അറ്റ് പോയിന്റ് 4 എന്താണ്? അങ്ങനെ വോളിയം എം ടി ആയിട്ട് 4 എത്തുകയാണ്. പോയിന്റ് 4 എത്തുകയാണ്. പോയിന്റ് 4 എത്തുമ്പോൾ എന്താണ്? ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവുക. കാരണം ഫുള്ളായിട്ട് റിലീസ് ചെയ്ത് ദെൻ പിസ്റ്റൺ BDCയിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? BDCയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്? ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവാണ് ഡ്യൂ ടു റിട്ടേൺ മൂവ്മെന്റ് ഓഫ് പിസ്റ്റൺ. കണ്ടല്ലേ? പിസ്റ്റന്റെ റിട്ടേൺ മൂവ്മെന്റിലുകൊണ്ട് ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവുന്നു, വിച്ച് ക്രിയേറ്റ്സ് സക്ഷൻ. ആ സമയത്താണ് എന്ത്? സക്ഷൻ നടക്കുന്നത്. ദെൻ നോക്കുക, നമുക്ക് വർക്ക് ഡണിലേക്ക് നോക്കാം. ചിത്രം നോക്കണം. നെറ്റ് വർക്ക് ഡൺ ഇൻ ദ സൈക്കിൾ ഈസ് ഈക്വൽ ടു ദ ഏരിയ ഗിവൺ ബൈ ദ PV ഡയഗ്രാം. ഓക്കെ, അതായത് നെറ്റ് വർക്ക് ഡൺ ഇൻ ദ സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഈ PV ഡയഗ്രത്തിൽ ഉള്ള ഏരിയനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ PV ഡയഗ്രത്തിന്റെ ഏരിയ ആണ് എന്ത്? നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പറയണത് എന്താണ്? PV ഡയഗ്രം എന്താണ്? 4 1 2 3 4. ഇതാണ് എന്ത്? നമ്മളുടെ നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. 4 to 1 സെക്ഷൻ ആണ്, 1 to 2 കംപ്രഷൻ ആണ്, 2 to 3 എന്താണ്? ഡെലിവറി ആണ്, 3 to 4 എന്താണ്? എം ടി ആണ്, വോളിയം 0 ആവുകയാണ്. ഇതാണ് നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ നെറ്റ് വർക്ക് ഡൺ പെർ സൈക്കിൾ എന്ന് പറഞ്ഞ എന്താണ്? W ആണ്. W ഈക്വൽ ടു എന്താണ്? ഇതിന്റെ ഏരിയ, PV ഡയഗ്രത്തിന്റെ ഏരിയ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ അണ്ടർ ദ കർവ് 4 1 2 3 4 അല്ലെ. ഏരിയ അണ്ടർ ദ കർവ് 4 1 2 3 4 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ W എന്താണ്? നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇതിനെ എങ്ങനെ എഴുതാം? നമുക്ക് ഇതാണ് 4 1 2 3 4 ആണ് എന്ത്? നമ്മുടെ നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെങ്ങനെ നമുക്ക് കാണാം? ഇതിലെങ്ങനെയാണ്? ഇത്രയും ഏരിയ ഉണ്ട് അല്ലെ, ഇവിടെ നിന്ന് ഇത്രയും ഏരിയ ഉണ്ട്, ഇതിൽ നിന്ന് നമുക്ക് ഇത് മാത്രം മതി. ഇതാണ് നമ്മുടെ നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? W നെറ്റ് വർക്ക് ഡൺ പെർ സൈക്കിളിനെ W എന്ന് എഴുതാം. W ഈക്വൽ ടു എന്താണ്? ഏരിയ 2308 എന്താണ്? 2308 2308 ഈ ഏരിയ, അതായത് വർക്ക് ഡൺ ഡ്യൂറിങ് ഡെലിവറി. അപ്പോഴും പറഞ്ഞാണ് ഈ ഒരു ഏരിയ 2308 എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ഡ്യൂറിങ് ഡെലിവറി ആണ്. പ്ലസ് ഇത് വരൂലേ? 1 2 AB1 അല്ലേ. നമ്മൾക്ക് ഇത്ര മാത്രമാണ് വേണ്ടത്, അതായത് 4 1 2 3 4 ആണ് വേണ്ടത്. അപ്പൊ അത് കിട്ടണ എന്ത് ചെയ്താൽ മതി? നമുക്ക് എന്ത് എടുക്കണു? 2340A2 പ്ലസ് 1 2AB
1 നിന്ന് ഏത് മൈനസ് ചെയ്താൽ മതി? ഈ താഴത്ത് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല നമുക്ക് അല്ലെ? മൈനസ് എന്താണ് 1 4 OAB1 ചെയ്താൽ മതി. കാര്യം മനസ്സിലാവണ്ട? ഒന്നും കൂടി പറയാ. നമുക്ക് നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ അണ്ടർ ദ കർവ്, ഏരിയ അണ്ടർ ദ PV ഡയഗ്രം ആണ്. ദാറ്റ് ഈസ് ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറഞ്ഞാൽ 4 1 2 3 4 ആണ് അല്ലെ? അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണു? നെറ്റ്വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണു? വർക്ക് ഡൺ ഡ്യൂറിങ് ഡെലിവറി സ്ട്രോക്ക് പ്ലസ് വർക്ക് ഡൺ ഡ്യൂറിങ് കംപ്രഷൻ സ്ട്രോക്ക് മൈനസ് വർക്ക് ഡൺ ഡ്യൂറിങ് സക്ഷൻ സ്ട്രോക്ക് ചെയ്യാണ്. അപ്പൊ വർക്ക് ഡൺ ഡ്യൂറിങ് ഡെലിവറി സ്ട്രോക്ക് ആണ് എന്ത്? ഏരിയ 2 3 2 3 4 OA അല്ലെങ്കിൽ 2 3 OA2 എന്ന് പറയാം, പ്ലസ് ഈ ഒരു ഏരിയ 1 2 AB1 മൈനസ് ഏരിയ 1 4 OAB1. ക്ലിയർ അല്ലേ? ഇനി ഇത് ഓരോന്ന് എഴുതാണ്. ഏരിയ 2 3 OA2 എന്താണ്? ഏരിയ 2 3 OA2 എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ഡ്യൂറിങ് ഡെലിവറി അല്ലേ? എന്ത് വർക്ക് അവിടെ നടക്കണേ? PV വർക്കാണ്, PDV വർക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ? ഫ്ലോ വർക്കാണ് അല്ലെ? അവിടെ ഫ്ലോ അല്ലേ നടക്കണേ? ഈ ഏരിയയിൽ എന്താണ്? ജസ്റ്റ് എയർ ഡെലിവറി ആണ്, ഫ്ലോ നടക്കുകയാണ്. അപ്പൊ ഫ്ലോ വർക്ക് ഡൺ ഡ്യൂറിങ് ഡിസ്ചാർജ് ഓഫ് എയർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ P2 ആണ്. സോ നമുക്ക് എന്ത് ചെയ്താം? P2 V2 എന്ന് എഴുതാം. അതേപോലെ ഏരിയ 1 2 AB1, ഏരിയ 1 2 AB1 എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ എന്താ നടക്കുന്നത്? പോളിട്രോപിക് കംപ്രഷൻ അല്ലേ? അതായത് വർക്ക് ഡൺ ബൈ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പിസ്റ്റൺ ഫ്രം പ്രഷർ P1 to P2. നെഗറ്റീവ് സൈൻ റെപ്രസെന്റ്സ് വർക്ക് ഡൺ ബൈ ദ പിസ്റ്റൺ ഓൺ എയർ ഫോർ കംപ്രഷൻ ആണ്. അത് PDV വർക്കാണ് നടക്കുന്നത്. സോ ഏരിയ 1 to AB1 എന്ന് പറയുമ്പോൾ വി ക്യാൻ റൈറ്റ് മൈനസ് ഇന്റഗ്രൽ 1 to 2 PDV. നെഗറ്റീവ് ഇടാനുള്ള കാരണം ഇതാണ്, വർക്ക് ഡൺ ബൈ ദ പിസ്റ്റൺ ഓൺ എയർ ഫോർ കംപ്രഷൻ, അതുകൊണ്ടാണ് മൈനസ് ആയിട്ട്. അപ്പോ PDV വർക്കാണ് അവിടെ എന്തിൽ നടക്കണത്? ഏരിയ 1 to AB1 നടക്കുന്നത്. സോ നമ്മൾ മൈനസ് ഇന്റഗ്രൽ 1 to 2 PDV, കാരണം 1 to 2 കംപ്രഷൻ. ക്ലിയർ? ദെൻ ഏരിയ 1 4 OAB1 എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയും ഫ്ലോ വർക്കാണ് നടക്കുന്നത്. ഫ്ലോ വർക്ക് ഡൺ ഡ്യൂറിങ് സക്ഷൻ ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ അല്ലെ? സക്ഷൻ സ്ട്രോക്ക് അല്ലെ? സക്ഷനിൽ എന്താണ്? ഫ്ലോ അല്ലേ നടക്കുന്നത്? ലോ പ്രഷർ എയർ ഫ്ലോ ചെയ്യാണ് എങ്ങനെ? സിലിണ്ടറിനകത്തേക്ക് അല്ലെ? കോൺസ്റ്റന്റ് പ്രഷർ P1ലേക്ക്. അപ്പൊ അവിടെ എന്ത് ചെയ്താ? P1 V1 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇനി അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ എന്താ കിട്ടിയത്? നെറ്റ് വർക്ക് ഡൺ എന്താണെന്ന് മനസ്സിലാക്കി, ഏരിയ അണ്ടർ ദ കർവ് ആണെന്ന് കിട്ടി. അതെങ്ങനെ കാണാന്ന് മനസ്സിലാക്കി. അതായത് വർക്ക് ഡൺ ഡ്യൂറിങ് ഡെലിവറി പ്ലസ് വർക്ക് ഡൺ ഡ്യൂറിങ് കംപ്രഷൻ മൈനസ് വർക്ക് ഡൺ ഡ്യൂറിങ് സക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് വർക്ക് ഡൺ എന്താണെന്നുള്ള വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഓരോന്ന് എഴുതിയിട്ട് ആ ഓരോ ഏരിയന്റെ അണ്ടറിൽ നടക്കുന്ന വർക്ക് എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ ഡ്യൂറിങ് ഡെലിവറി നടക്കുന്നത് ഫ്ലോ വർക്ക് ഡൺ ആണ്, ഫ്ലോ വർക്കാണ്, അതിനുള്ള റിലേഷൻ എഴുതി. ഡ്യൂറിങ് കംപ്രഷനിലുള്ളത് ഡിസ്പ്ലേ PDV വർക്കാണ്, അതിന് റിലേഷൻ എഴുതി. ദെൻ അഗെയിൻ സക്ഷനിലുള്ളത് ഫ്ലോ വർക്കാണ്, അതിന്റെ റിലേഷൻ എഴുതി. ഇനി നമ്മൾ ചെയ്യണത് ദ കംപ്രഷന്റെ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ദ കംപ്രഷൻ ഓഫ് എയർ ഈസ് എ പോളിട്രോപിക് പ്രോസസ്. നമ്മൾ പോളിട്രോപിക് പ്രോസസ് ആണ് എന്ത്? കംപ്രഷൻ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. അപ്പൊ ഫോർ പോളിട്രോപിക് പ്രോസസ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് വോളിയം ഓഫ് എയർ ഈസ് ഗിവൺ ബൈ. പോളിട്രോപിക് പ്രോസസ്സില് പ്രഷറും വോളിയത്തിന്റെ റിലേഷൻ നമുക്കറിയാം. PV പവർ N ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, PV പവർ N ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? P ഈക്വൽ ടു C ബൈ V പവർ N എഴുതാം. ക്ലിയർ? ഓക്കെ, N എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിട്രോപിക് ഇൻഡെക്സ് ആണ്, അത് വാല്യൂ ആണ്. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണെന്നുള്ളത് തരും. സോ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട് പോളിട്രോപിക് കംപ്രഷൻ റിലേഷൻ എന്ത് ചെയ്തത്? ഇന്റഗ്രൽ 1 to 2 PDV ഈക്വൽ ടു, ഇതിന് Pക്ക് പകരം എന്ത് കൊടുക്കുകയാണ്? C ബൈ V പവർ N കൊടുക്കുകയാണ്. സോ ഇന്റഗ്രൽ 1 to 2 C ബൈ V പവർ N dV. C കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുത്തു. ഇന്റഗ്രൽ 1 to 2 V പവർ N താഴെയാണ്, അതിന് മേലേക്ക് എടുക്കുമ്പോൾ V പവർ മൈനസ് N dV ആയി, വിച്ച് ഈസ് ഈക്വൽ ടു C ഇൻറ്റു
ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. വി പവർ മൈനസ് എൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി പവർ മൈനസ് എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് എൻ പ്ലസ് 1. ഇതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 to 2 നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ്. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? സി ഇൻറ്റു വി ടു പവർ മൈനസ് എൻ പ്ലസ് 1, കാരണം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണമല്ലോ. അത് കൊടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വി ടു പവർ മൈനസ് n plus 1 minus v1 power minus n plus 1 whole divided by minus n plus 1, which is equal to, we can write c into, ഇതിനെ എങ്ങനെ എഴുതാം? v2 power minus n plus 1 എന്നുള്ളത് എങ്ങനെ എഴുതാം? v2 power minus n into v2 minus v1 power minus n into v1 whole divided by minus n plus 1, which is equal to c, ഇത് മൾട്ടിപ്ലൈ ചെയ്യാണ്, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ c v2 power minus n v2 minus c v1 power minus n v1 whole divided by minus n plus 1, which we can write c എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതാൻ പോവാണ്. c എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, നമുക്കറിയാം. c ഈക്വൽ ടു എന്താണ്? പി വി പവർ n ആണ്. ദാറ്റ് വി ക്യാൻ റൈറ്റ് p1 v1 പവർ n വിച്ച് ഈസ് ഈക്വൽ ടു p2 v2 പവർ n. സോ ഇന്റഗ്രൽ, സോ ഈ സിക്ക് പകരം നമ്മൾ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്താ കൊടുക്കുന്നത്? സിക്ക് പകരം എന്ത് കൊടുക്കണു? p2 v2 പവർ n കൊടുക്കുകയാണ് ഇവിടെ. ഓക്കെ, v2ന്റെ അവിടെ p2 v2 എന്നും v1ന്റെ അവിടെ p1 v1 എന്നും കൊടുക്കുകയാണ്. സോ ഇവിടെ സിക്ക് പകരം p2 v2 പവർ n കൊടുത്തു. സോ v2 v2 പവർ n ഇൻറ്റു ഈ v2 പവർ മൈനസ് n v2 മൈനസ് ഇവിടെ സിക്ക് പകരം p1 v1 പവർ n, p1 v1 പവർ n ഇൻറ്റു v1 പവർ മൈനസ് n ഇൻറ്റു v1 ഹോൾ ഡിവൈഡ് ബൈ മൈനസ് n പ്ലസ് 1. ഇവിടെ എന്താ സംഭവിക്കുക? ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? p2 v2 മൈനസ് p1 v1 കിട്ടി. എന്താ സംഭവിച്ചത്? ഇവിടെ v2 പവർ n ഉണ്ട്, v2 പവർ മൈനസ് 1 n ഉണ്ട്, ക്യാൻസൽ ആയി പോയി. v1 പവർ n ഉണ്ട്, ഇവിടെ v1 പവർ മൈനസ് n ഉണ്ട്, അത് ക്യാൻസൽ ആയി പോയി. റിമൈനിങ് p2 v2 ആണുള്ളത്, ഇവിടെ p1 v1 ആണുള്ളത്. സോ വി ക്യാൻ റൈറ്റ് p2 v2 മൈനസ് p1 v1 ബൈ മൈനസ് n പ്ലസ് 1. ക്ലിയർ അല്ലേ? അപ്പൊ ഇതെന്താണ്? കംപ്രസ് പോളിട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സിന് നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയതാണ്. സോ പോളിട്രോപ്പിക് കംപ്രഷൻ നമ്മൾ എന്താണ്? നെഗറ്റീവ് സൈൻ ആണെന്നല്ലേ? വർക്ക് ഡൺ ബൈ പിസ്റ്റൺ ഓൺ ഫോർ കംപ്രസിങ് എയർ എന്നാണ് പറഞ്ഞത്. സോ മൈനസ് ഇന്റഗ്രൽ 1 to 2 pdv എന്ന് എടുക്കുമ്പോൾ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? ഇക്വേഷൻ p2 v2 മൈനസ് p1 v1 തന്നെയാണ്. ഇവിടെ മൈനസ് n പ്ലസ് 1 എന്നുള്ളത് എന്താവും? n മൈനസ് 1 ഉണ്ടാവും. ഇതാണ് എന്ത്? വർക്ക് ഡൺ ബൈ ദ പിസ്റ്റൺ ഓൺ എയർ ഡ്യൂറിങ് കംപ്രഷൻ. വർക്ക് ഡൺ ബൈ പിസ്റ്റൺ ആണ് കേട്ടോ. വർക്ക് ഡൺ ബൈ പിസ്റ്റൺ ഓൺ എയർ ഡ്യൂറിങ് കംപ്രഷൻ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പൊ ഇത് ആദ്യത്തെ ഏരിയ ഫ്ലോ വർക്ക് ആയതുകൊണ്ട് അത് ഓക്കെയാണ്, p2 v2 ആണ്. ദെൻ ദിസ് ഏരിയ സക്ഷൻ സ്ട്രോക്കിലുള്ളതും p1 v1 ആണ്. ബട്ട് ഇവിടെ എന്താണ്? മൈനസ് ഇന്റഗ്രൽ 1 to 2 pdv വർക്ക് ആണ്. അപ്പൊ pdv വർക്ക് എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ഇപ്പൊ ചെയ്ത്. അങ്ങനെ ഈ pdv വർക്ക് നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? p2 v2 മൈനസ് p1 v1 ബൈ n മൈനസ് 1 എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോണത് നെറ്റ് വർക്ക് ഡൺ ആണ്. അപ്പൊ നെറ്റ് വർക്ക് ഡൺ പെർ സൈക്കിൾ, അതായത് w ഇൻ ദ കംപ്രസർ ഈസ് ഗിവൺ ബൈ, എങ്ങനെ എഴുതാ? w ഈക്വൽ ടു എന്താ എഴുതിയത് നമ്മള്? ഏരിയ അല്ലേ? ഇവിടെ നോക്കണേ, നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാവണം. ഏരിയ 2308 അല്ലേ? അതെന്താണ്? p2 v2 അല്ലേ? അതവിടെ കാണിച്ചിരിക്കുന്നത് p2 v2 പ്ലസ് ഏരിയ. ഇവിടെ ആക്ച്വലി ചിത്രം ഞാൻ ഇൻക്ലൂഡ് ചെയ്യണമായിരുന്നു, നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ. ഏരിയ 1 to a b1 ആണ് അല്ലെ? 1 to a b1 എന്ന് പറഞ്ഞാൽ മൈനസ് ഇന്റഗ്രൽ 1 to 2 pdv അല്ലേ? അത് നോക്കുക. മൈനസ് ഇന്റഗ്രൽ pdv നമുക്ക് എന്താ കിട്ടിയത്? p2 v2 മൈനസ് p1 v1 ബൈ n മൈനസ് 1 മൈനസ് ഏരിയ ഏതാണ്? 140 a b1 അല്ലേ? അതെന്താണ്? p1 v1 കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് ചെയ്ത് p1 v1. ക്ലിയർ? ഇതിന് സിംപ്ലിഫൈ ചെയ്യാണ്. അപ്പൊ ഇതില് ഇതെന്താ ചെയ്ത് വരിക? p2 v2 ഇവിടെ ഇത് സിംപ്ലിഫൈ ചെയ്തു. അപ്പൊ p2 v2 ഈ മൈനസ് p1 v1 ഇങ്ങോട്ടേക്ക് എടുത്തു. സോ p2 v2 മൈനസ് p1 v1 ഒരു ടേം ആക്കി എഴുതി. സോ എന്താണ്?
കോമൺ ആയിട്ട് P2V2 മൈനസ് P1V1 എന്നുള്ള ടേമിലായി. സോ കോമൺ ആയിട്ട് P2V2 മൈനസ് P1V1 എടുക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ 1 ഉണ്ട്. 1 പ്ലസ് 1 മൈനസ് n മൈനസ് 1 എന്നാണുള്ളത്. അപ്പൊ ഇതിനിവിടെ നിർത്തിയിട്ട് ഇതിനിപ്പുറത്തെടുത്ത് എഴുതിയിട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ട് കോമൺ ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പൊ P2V2 മൈനസ് P1V1 ഇൻറ്റു 1/n മൈനസ് 1 പ്ലസ് 1 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? P2V2 മൈനസ് P1V1 ഇൻറ്റു ഇവിടെ LCM ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് n മൈനസ് 1 ഹോൾ ഡിവൈഡ് ബൈ n മൈനസ് 1. ഇവിടെ എന്താ സംഭവിക്കുക? n/n മൈനസ് 1 എന്നാവില്ലേ? 1 1 പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ആവും. സോ ദ വർക്ക് ഡൺ റിക്വയർഡ് ടു ഡ്രൈവ് ദ കംപ്രസർ. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഈ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ എന്താ? ഒരു കംപ്രസറിനെ ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള എത്രയാണ് വർക്ക് ആവശ്യമുള്ളത് എന്നാണ്. സോ വർക്ക് ഡൺ റിക്വയർഡ് ടു ഡ്രൈവ് ദ കംപ്രസർ എന്ന് പറയുമ്പോൾ n/n മൈനസ് 1. കാരണം ഇവിടെ 1 മൈനസ് 1 ക്യാൻസൽ ആയി. നമുക്കിത് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഇതാ n/n മൈനസ് 1 ഇൻറ്റു P2V2 മൈനസ് P1V1. അതാണ് ഇവിടെ P2V2 മൈനസ് P1V1. ഈ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. മോഡിഫൈ എഴുതുമ്പോൾ എങ്ങനെ ചെയ്യാം? n/n മൈനസ് 1 ഇൻറ്റു P1V1 ഇൻറ്റു P2V2 ബൈ P1V1 മൈനസ് 1. എന്താ ചെയ്ത്? ഇവിടെ P2V2 മൈനസ് P1V1 അല്ലേ? ഇതൊന്ന് P1V1നെ ജസ്റ്റ് പുറത്തെടുത്തതാണ്. പുറത്തെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുക? ഇവിടെ P2V2 ഡിവൈഡ് ബൈ P1V1 വരും. ഇവിടെ 1 ആവും. അതാ ചെയ്തിരിക്കുന്നത്. മോഡിഫൈ ചെയ്ത ഇക്വേഷൻ എന്താണ്? n/n മൈനസ് 1 ഇൻറ്റു P1V1 ഇൻറ്റു P2V2 ബൈ P1V1 മൈനസ് 1. ഫോർ പോളിട്രോപിക് കംപ്രഷൻ പ്രോസസ്സിൽ എന്താണ്? PV പവർ n ഈക്വൽ ടു C ആണെന്ന് അറിയാം. ദാറ്റ് ഈസ് P1V1 പവർ n ഈക്വൽ ടു P2V2 പവർ n എന്നാണ് എഴുതാം. സോ നമുക്ക് ഇവിടെ ഒരു റിലേഷൻ എഴുതാം. P1 ബൈ P2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ബേസ്ഡ് ഓൺ ദിസ് റിലേഷൻ P1 ഈ P2 ഇങ്ങോട്ട് വരുമ്പോൾ V1 അങ്ങോട്ട് കൊണ്ടുവരില്ല. സോ V2 ബൈ V1 ഹോൾ പവർ n എഴുതാം. ഓർ വി ക്യാൻ റൈറ്റ് V2 by V1 equal to P1 by P2 whole power 1/n എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഇവിടെ നമുക്ക് ഇവിടെ P2 P1 എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ V2 by V1 എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ട്. അതിന് ഏതെങ്കിലും ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്, ഒന്നില്ലെങ്കിൽ എല്ലാം Pയുടെ ടേമിൽ അല്ലെങ്കിൽ എല്ലാം Vയുടെ ടേമിൽ ചെയ്യാണ്. നമ്മൾ ഇവിടെ കൊടുക്കുന്നത് V2 by V1 പകരം P1 by P2 ഹോൾ പവർ 1/n എന്ന് കൊടുക്കുകയാണ്. സോ ഇവിടുത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്ത്? ഈ V2 by V1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്. സോ വി ക്യാൻ റൈറ്റ് W ഈക്വൽ ടു n/n മൈനസ് 1 ഇൻറ്റു P1V1. ഈ P1V1 തന്നെ എഴുതി ഇൻറ്റു ഇവിടുത്തെ ഉള്ള P2 by P1 P2 by P1 തന്നെ എഴുതി. ഇവിടെയുള്ള V2 by V1 പകരം എന്തെന്ന് എഴുതി? ഈ വാല്യൂ എഴുതി. P1 by P2 ഹോൾ പവർ 1/n എഴുതും. അതായത് P1 by P2 ഹോൾ പവർ 1/n മൈനസ് 1. ക്ലിയർ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു ഇതിന് സിംപ്ലിഫൈ ചെയ്യാണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താണ്? n/n മൈനസ് 1 P1V1 ഇൻറ്റു P2 by P1 ഇൻറ്റു ഇവിടെ P1 by P2 അല്ലേ? അതിനെ തിരിച്ചെഴുതാണ്. P2 by P1 എഴുതാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ മൈനസ് ആവും. ഇത്രയല്ലേ ഉള്ളൂ. സോ P2 by P1 ഹോൾ പവർ മൈനസ് 1/n മൈനസ് 1. ക്ലിയർ? ഇതിന് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാണ്. എന്താ സിംപ്ലിഫൈ ചെയ്യണേ? വിച്ച് ഈസ് ഈക്വൽ ടു n/n മൈനസ് 1 P1V1 ഇൻറ്റു ഇവിടെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഇവിടെ ഇങ്ങനെ എന്തിനാ ചെയ്തത്? ഇവിടെ രണ്ടും ഒരേ ടൈം P2 by P1 എന്നാണ് വന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ P2 by P1 ഇവിടെ പവർ 1 ആണ്, ഇവിടെ പവർ മൈനസ് 1/n ആണ്. സോ നമുക്ക് എന്ത് ചെയ്താ? P2 by P1 ഹോൾ പവർ 1 മൈനസ് 1/n എഴുതിക്കൂടെ? അതവിടെ എഴുതിയിട്ടുള്ളത്. n/n മൈനസ് 1 P1V1 ഇൻറ്റു P2 by P1 1 മൈനസ് 1/n മൈനസ് 1 എന്ന് എഴുതിയിട്ടുണ്ട്. സോ W ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? W ഈക്വൽ ടു എന്താണ്? n/n മൈനസ് 1 P1V1 ഇൻറ്റു P2 by P1. ഇതിനെ എങ്ങനെ ചെയ്തൂടെ? 1 മൈനസ് 1/n എങ്ങനെ ചെയ്യുന്നു? n മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? n മൈനസ് 1/n എന്ന് വരിക. മൈനസ് 1 എഴുതി. സോ ഇതാണ് നമ്മളുടെ എന്ത്? വർക്ക് ഡണ്ടെ റിലേഷൻ. ഇനി ഇതിനെ മാറ്റിയിട്ട് വേറൊരു ടേബിളും കൂടി എഴുതുന്നുണ്ട്. PVനെ മാറ്റിയിട്ട് എഴുതുന്നുണ്ട്. നോക്കുക, W ഈക്വൽ ടു എന്താണ്? n/n മൈനസ് 1 ഇൻറ്റു P1V1 ഇൻറ്റു P2 by P1 ഹോൾ പവർ n മൈനസ് 1/n
ഹോൾ മൈനസ് 1 എന്നുള്ളത്. ഇതിൽ P2/P1 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ റേഷ്യോ ഓഫ് ദ കംപ്രസർ. കാരണം നമ്മൾ സിംഗിൾ സ്റ്റേജ് ആണ് പഠിക്കുന്നത്. അപ്പൊ P2 ആണ് ഡെലിവറി പ്രഷർ, P1 ആണ് സക്ഷൻ പ്രഷർ. അപ്പൊ P2/P1 പ്രഷർ റേഷ്യോ ആണ്. ദിസ് ഇക്വേഷൻ റെപ്രസെന്റ്സ് ദ ഇൻപുട്ട് പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ കംപ്രസർ ഡ്യൂറിംഗ് പോളിട്രോപിക് കംപ്രഷൻ പ്രോസസ്. ഇത് ഓർത്ത് വെക്കണം. പോളിട്രോപിക് കംപ്രഷൻ പ്രോസസ്സിലാണ് ഈ റിലേഷൻ വരുന്നത്. P2/P1 ഹോൾ പവർ n-1/n എന്നുള്ളത്. ആ പോളിട്രോപിക് കംപ്രഷൻ പ്രോസസ്സിൽ കംപ്രസറിനെ ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഇൻപുട്ട് പവർ റിക്വയർഡ് ആണ് ഇത് അല്ലെ. വർക്ക് ഡൺ എന്ന് പറഞ്ഞാലും പവർ തന്നെയാണ് അല്ലെ. പവർ നമ്മൾ കിലോ വാട്ടിൽ പറയുമ്പോൾ ഈ വർക്ക് ഡണ്ണിനെ ഡിവൈഡ് ബൈ 1000 ചെയ്യുന്നത് മാത്രം. ഈ ഇക്വേഷനിൽ P1 V1 എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ ആണ്. P1 V1 നമ്മൾ എന്ത് എഴുതുന്നു? MRT1 എഴുതാണ്. MRT1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്താ? P1 V1 പകരം MRT1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ W = n/n-1 into MRT1 into P2/P1 ഹോൾ പവർ n-1/n-1. ക്ലിയർ? ഇതാണ് എന്ത്? സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറിന്റെ വർക്ക് ഡണ്ണിന്റെ ഡെറിവേഷൻ ആണ് വിത്തൗട്ട് ക്ലിയറൻസ് വോളിയം അല്ലെങ്കിൽ നെഗ്ലക്റ്റിംഗ് ക്ലിയറൻസ് വോളിയം.